നമസ്കാരം. ഇന്ന് മിയാമിയിലെ അതിഥികൾ സിദ്ദിഖ് മാഷെ റിട്ടയർമെൻറ്റിനോടനുബന്ധിച്ചിട്ട് പുത്തൻകടപ്പുറം പരപ്പനങ്ങാടി ഫിഷറീസ് സ്കൂളിലെ അധ്യാപകരാണ്. മനോജ് മാഷാണ് HM. മാഷോട് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു സെൻഡ് ഓഫ് ഒരു വളരെ ഭംഗിയായിട്ടുള്ള പാട്ടുകളൊക്കോടുകൂടി തന്നെ ഹൃദയഭേദകമായ ഒരു അനുഭവം ആണ് ഇവിടെ കാഴ്ചവെച്ചതാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായിരുന്നാലും മാഷെ നമസ്കാരം. മനോജ് മാഷെ എങ്ങനെയായിരുന്നു ഇന്നത്തെ അനുഭവം? അതെ, വളരെ ഭംഗിയായിട്ടുള്ള ഒരു സംവിധാനമാണ് നമുക്ക് ഇവിടെ ലഭിച്ചത്, സൗകര്യമാണ് ലഭിച്ചത്. മിയാമിയുടെ സുധീഷ് ചേട്ടൻ അത് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തു. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമായിരുന്നു. സിദ്ദിഖ് മാഷയ്ക്ക് നമ്മളെ കൃത്യമായൊരു യാത്രയിൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. മാഷ നമസ്കാരം. ഇന്ന് പറഞ്ഞോളൂ മാഷ, ഇന്നത്തെ അനുഭവം പറഞ്ഞു. കണ്ടൽക്കാടും പക്ഷി സങ്കേതം വഴിമുഖം കടലുണ്ടി ഇക്കോ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ടീച്ചർ പറഞ്ഞോളൂ. ടീച്ചർ ഒന്ന് പേര് പറയാമോ? ഒന്ന് പേര് പറയോ? ഒരു അനുഭവമായിരുന്നു ഞങ്ങളുടെ സിദ്ദി മാഷ് നല്ലൊരു സെന്റ് ഓഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഈ അവസരത്തിൽ ഈ ഒരു നല്ലൊരു അനുഭവം കാഴ്ചവെക്കാനായിട്ടും എല്ലാവരുടെ പങ്കുവെക്കിന് വേണ്ടി നല്ലൊരു സംവിധാനമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അനു മാഷ് നമ്മളൊരു ഫ്രണ്ടാണ്, മാഷാണ് കോർഡിനേറ്റ് ചെയ്തത്. മാഷ നമസ്കാരം, പറഞ്ഞോളൂ. നമസ്കാരം. സുധീഷ് ചേട്ടൻ്റെ ഈ സംരംഭം അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. അപ്പോൾ നമ്മളെല്ലാം കണ്ടൽക്കാടുകളിലൂടെ യാത്രയും ബോട്ട് സവാരിയൊക്കെ നമ്മൾ നല്ല ആസ്വദിച്ചിട്ട് കൊണ്ടാണ് നമ്മളെ സിദ്ദിഖ് മാർക്ക് യാത്രയപ്പ് എടുക്കാൻ സാധിച്ചത്. കടലുണ്ടി ഇക്കോ ടൂറിസത്തിൽ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു പക്ഷി സങ്കേതമാണ്. ഏകദേശം 256 ടൈപ്പ് ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ് എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അതുപോലെ തന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന 47 തരത്തിലുള്ള സ്പീഷീസ് ഓഫ് മാംഗ്രൂവ്സ് കണ്ടൽക്കാടുകളാണ്. അതിൽ 8 മാത്രമേ നമ്മളതായ കടലുണ്ടിക്ക് ഉള്ളൂ. വളരെ മനോഹരമായിട്ട് പാലത്തിനോടനുബന്ധിച്ച് ചേർന്നിരിക്കുന്ന ഭ്രാന്തൻ കണ്ടൽ ചുറ്റിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു യാത്ര. ഇതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു സിദ്ദിഖ് മാഷയുടെ റിട്ടയർമെൻറ്റിനെ വിളിച്ചിട്ടാണ്. മാഷ നമസ്കാരം. ഇന്നത്തെ ഒരു അനുഭവം പറഞ്ഞു മാഷ. ഇതിപ്പം വള്ളിക്കുന്ന് എൻ്റെ ജന്മനാടാണ്. ഇങ്ങനെ ഈ മിയാമിൻ്റെ ചുറ്റുഭാഗത്തു കൂടെ ഞാനിങ്ങനെ യാത്ര ചെയ്യാനുണ്ടെന്നല്ലാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് നിങ്ങളെ ബോട്ട് സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആദ്യ അനുഭവമാണ്. ഏതായാലും എൻ്റെ ജീവിതത്തിലൊരു ഓർമ്മയിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു അനുഭവമായിട്ട് ഈ യാത്രയപ്പ് സുധീഷൻ്റെ ഔദ്യോഗിക ജീവിതം അവസാനിക്കുന്ന ഈ വേളയിൽ എൻ്റെ ഓർമ്മയിൽ എന്നും മിയാമി യാത്ര നിലനിൽക്കും. അപ്പോൾ ഒരു പറഞ്ഞു. നമസ്കാരം. ഇന്ന് മിയാമിയിലെ അതിഥികൾ വയനാട് അമ്പലവയലിൽ നിന്നാണ്. പുഷ്പരാജൻ സാറും അവരുടെ സുഹൃത്തുക്കളും 81 ബാച്ച് ആയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. കടലുണ്ടി ഇക്കോ ടൂറിസം ആയി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ടുള്ളവരുമായിരിക്കും മിക്കവരുടെയും. കടലുണ്ടിയിലെ പക്ഷി സങ്കേതം, അഴിമുഖം, ദ്വീപുകൾ ചുറ്റിയുള്ള യാത്ര, അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പുഴയും കടലും ചേരുന്ന ഭാഗം അഴിമുഖം, കണ്ടൽക്കാടുകൾ, പക്ഷി സങ്കേതം, മിയാമി ഒരുക്കി തന്ന അന്നത്തെ ഒരു ദിവസത്തെ പ്രോഗ്രാം, ഇതിൻ്റെ ഒരു ഓവറോൾ നമുക്കൊന്ന് അന്വേഷിക്കാം. സാർ നമസ്കാരം, ഒന്ന് പരിചയപ്പെടാമോ? എൻ്റെ പേര് പുഷ്പരാജൻ എന്നാണ്. പിന്നെ ഞങ്ങൾ അമ്പലയിലാണ്. അപ്പം ഞങ്ങൾ ഇവിടെ വന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബോസ് അതിൻ്റെ ഒരു കെയർ ഓഫിലാണ് ഇവിടെ വന്നത്. വന്ന് നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഏറെ ഇഷ്ടപ്പെട്ട്, പ്രത്യേകിച്ച് പറയാതിരിക്കാനുള്ള ഇവരുടെ ട്രീറ്റ്മെൻറ്റും അതുപോലെ ഭക്ഷണവും പിന്നെ ഇവിടുത്തെ ഒരു ഏരിയയും എല്ലാം വളരെ ഗ്രാൻഡായിരുന്നു. പിന്നെ ഇവർ നമ്മളോടുള്ള സഹകരണം, ഇവരൊരു ഫാമിലി ആയിട്ടാണ് ഇവർ വേണ്ട ട്രീറ്റ് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക ഒരു നമുക്ക് വീട്ടിലെ ഒരു അനുഭവമായിട്ടാണ് നമുക്കിതൊക്കെ കാണാൻ പറ്റിയത്. അതുകൊണ്ടെല്ലാം നല്ലൊരു സഹകരണം, നമുക്ക് കുടുംബം പോലെ ഇവിടെ താമസിക്കാനും പോകാനും പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടെ വരിക. നേരത്തെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താമസ സൗകര്യവും എല്ലാം നല്ല ഗ്രാൻഡാണ്. ചെറിയ ചെലവിൽ ഗ്രാൻഡ് വരിക. ഓക്കെ. സാർ പറഞ്ഞോളൂ. ഗംഭീര പരിപാടിയല്ലേ. മിയാമിന്റെ ആതിഥ്യ മര്യാദ ഞങ്ങൾ അങ്ങേയറ്റം പിടിച്ചു കിട്ടോ. ഒരു നല്ല സ്വീകരണം നൽകി ഞങ്ങൾക്ക് നല്ല ഭംഗിയായ ഭക്ഷണം തന്നു.
താമസ സൗകര്യം സുഖമാണ്. ഞങ്ങളുടെ ചെറിയ ബഡ്ജറ്റ് അനുസരിച്ച് അവർ ഭംഗിയായിട്ട് ഒരുക്കി തന്നു. അതിഥി ദേവോഭവ എന്നാണ് പൊതുവെ ഊന്നിന്നുകൊണ്ട് നിങ്ങളുടെ ആതിഥ്യ മര്യാദ അല്ലെങ്കിൽ ആതിഥ്യ സൽക്കാരം അല്ലെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കില്ല, ഇതെല്ലാം വളരെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ തുടർന്ന് നമ്മളെ ബോട്ട് യാത്ര ഒരുക്കുന്ന രണ്ടുപേര്, അവരുടെ പേര് എനിക്കറിയില്ല, പക്ഷെ അവരോട് പ്രത്യേകം നന്ദി പറയാണ്. വളരെ ഓരോ കാര്യം നമ്മൾ ചോദിക്കാൻ അപ് ടു ഡേറ്റ് ആയിട്ട് കൃത്യം പറഞ്ഞതില്ലേ, അതുപോലെ കണ്ടൽക്കാടിന്റെ അടിയിലുള്ള കാര്യങ്ങളെല്ലാം ആ ചേട്ടൻ പറഞ്ഞു തന്നു, ഓരോ കാര്യങ്ങളും. അപ്പൊ അദ്ദേഹത്തിന് ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവർ നിങ്ങളുടെ ഒരു മുതൽക്കൂട്ടാണ് ആ രണ്ട് സ്റ്റാഫ്. അപ്പൊ അവരെ പ്രത്യേകം ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു, അഭിനന്ദിക്കാം. ചേച്ചി നമസ്കാരം, ഒന്ന് പറയാമോ? തലശ്ശേരിയിൽ നിന്ന് സ്ഥലം പറഞ്ഞോളൂ. തലശ്ശേരി തലശ്ശേരി. അമ്പലവയലിൽ തലശ്ശേരിയിലേക്ക് വന്നു. ഓക്കെ ഓക്കെ. കിട്ടിച്ചുകൊണ്ടായതാ. എങ്ങനെയാണ് ഒരു അനുഭവം? നല്ലൊരു അനുഭവം. നമുക്ക് കടലുണ്ടി കാണണമെങ്കിൽ നമ്മൾ ഈ സെന്ററിൽ തന്നെ വരണം. ഒരു കാര്യങ്ങളും നമ്മൾ പിന്നോട്ട് നോക്കേണ്ട, എല്ലാ കാര്യങ്ങളും ഈ സ്ഥാപനത്തിന്റെ ഉടമകൾ ഏറ്റെടുക്കുന്നതാണ്. അടിപൊളിയായി. ഞാൻ മോളി അമ്പലവയലിൽ നിന്നാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മിയാമി. സ്റ്റാറ്റസ് എന്റെ ഫോട്ടോ ഇട്ടിട്ട് എന്റെ ഫ്രണ്ട്സ് പലരും ചോദിച്ചു എവിടെയാണ് സ്ഥലം, ഞങ്ങൾക്ക് ഇവിടെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും നമസ്കാരം, വീണ്ടും വരിക. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.